അയ്യപ്പ ഭജനയ്ക്കായി സമാഹരിച്ച തുകയിൽ ഭജന കഴിഞ്ഞ് മിച്ചം വന്ന തുക ഉപയോഗിച്ച് പാലിയേറ്റീവ് കെയറിന് സ്ട്രെച്ചർ നൽകി മാതൃകയായിരിക്കുകയാണ് മുതുവണ്ണാച്ച സ്കൂൾ മുക്ക് അയ്യപ്പ ഭജന സംഘം. ലഭിച്ച തുകയിൽ ബാക്കി വന്നത് സമൂഹത്തിന് ഗുണകരമാവുന്ന നല്ലൊരു പ്രവൃത്തിക്കായി ചെലവഴിക്കണമെന്ന ഇവരുടെ ചിന്തയാണ് പ്രദേശത്ത് തന്നെ പ്രവർത്തിക്കുന്ന അഭയം ചാരിറ്റബിൾ എഡ്യൂക്കേഷണൽ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന് സ്ട്രെച്ചർ നൽകാൻ കാരണമായത്. കുറവൂരിൽ അഭയം ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ സ്ട്രെച്ചർ കൈമാറി. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനും വിമുക്ത ഭടനുമായ അബ്ദുള്ള പുനത്തിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആവശ്യം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെ അതുവരെ ഞാനും വലിയ അഹംഭാവിയായിട്ട് നടന്നായിരുന്നു. എനിക്കൊന്നും വരൂല, എനിക്ക് ഇനി ഒന്നും ആവശ്യമില്ല എന്നുള്ളത്. പക്ഷെ ഒരാൾക്കൊരു രോഗം വന്ന് നോക്കിയാല് നമുക്ക് എല്ലാവരെയും തേണ്ടി വരും. ചിലപ്പോൾ രക്തം വേണ്ടി വരും. അത് ഹിന്ദു ആണോ മുസ്ലിം ആണോ നമുക്ക് നോക്കാൻ പറ്റൂല. കാരണം വിചാരിച്ച ഗ്രൂപ്പ് കിട്ടണമെങ്കിൽ അതിന് സന്നദ്ധരായവർ തന്നെ വേണം. അപ്പൊ നമ്മൾ എന്താ ഈ ആരായാലും ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയില് നമ്മളെല്ലാം സ്വീകരിക്കും. അല്ലെങ്കിൽ നമ്മളെന്താ നടന്നു പോകും, കണ്ടുകൂടാത്തവരായി വഴിമാറിപ്പോകുന്ന ആൾക്കാരായി നിൽക്കുന്നു. അപ്പൊ അതൊക്കെ മാറ്റിയെടുക്കുക. അതുകൊണ്ട് തന്നെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓരോ പ്രവർത്തനവും വളരെ ശ്ലാഘനീയമാണ്. അല്ലെങ്കിൽ നമ്മുടെ ബെഡ് നൽകാനുള്ള മനസ്സ് കാണിച്ച നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്കും അതുപോലെ അത് ഏറ്റുവാങ്ങുന്ന സുഹൃത്തുക്കൾക്കും ഒക്കെ തന്നെ അവരുടെ പ്രവൃത്തികളിൽ ചാരിതാർത്ഥ്യമുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ദിനംപ്രതി ഓരോന്നും പ്രതീക്ഷിക്കുന്നു, അതൊന്നും നടക്കുന്നില്ല. പക്ഷെ ദിനംപ്രതി നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്? ഈ മനുഷ്യർ രോഗികളാവുന്നവർക്കോ ജാതിയോ മതവും ഇല്ല. ഒരു രോഗത്തിന് ജാതിയോ മതവും ഇല്ല. ആർക്കാവശ്യം വരുമ്പോ അപ്പൊ സാധനം ഇല്ലെങ്കിൽ അന്നേരം ജാതിയും നോക്കൂല, മതവും നോക്കൂല, കിട്ടുന്നിടം നോക്കും. അഭയം ട്രസ്റ്റ് പ്രസിഡന്റ് കെ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. സന്തോഷ് കപ്പടിയിൽ, ശശി കപ്പടിയിൽ, സി കെ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. അഭയം ട്രസ്റ്റ് സെക്രട്ടറി ടി കെ മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ടി വി നിജേഷ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ എം സി ബാലൻ, ബിനീഷ് കരിങ്ങാട്ട്, ലിഞ്ചുലാൽ മീറങ്ങാട്ട്, പി കെ ബിനീഷ്, സുധീഷ് മീറങ്ങാട്ട്, അബ്ദുള്ള നങ്ങോളി തുടങ്ങിയവർ സംബന്ധിച്ചു. ശ്രുതി ഷിബു, ട്രൂവിഷൻ ന്യൂസ്, പേരാമ്പ്ര. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ്. ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പേരാമ്പ്രയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ജനുവരി 4 മുതൽ 10 വരെ ഞങ്ങളുടെ പേരാമ്പ്ര ഷോറൂമിൽ. മനസ്സിനിണങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷന് പുറമെ 20 ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.